ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഈ അഡീനിയം റീപോർട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിലിപ്പോൾ ഒരു പോട്ടിൽ തന്നെ 2 അഡീനിയം നിൽക്കുകയാണ്. ഇപ്പം വളർന്നത് നല്ല ടൈറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആദ്യം ഇത് വെറുതെ ഇങ്ങനെ പിടിച്ചെടുത്താൽ ഊരിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൽ വെള്ളം നല്ലതുപോലെ ഒഴിച്ച് ഇത് പിന്നീട് ആ മണ്ണ് ചരിച്ച് വെച്ച് ആ മണ്ണ് കളയണം. മണ്ണ് കളഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ഊരിയെടുക്കാൻ പറ്റൂ. അല്ലാതെ ഊരിയെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കാഡക്സ് നശിച്ചു പോകും. അപ്പം ഇങ്ങനെ വെള്ളം ഒഴിച്ച് ആ മണ്ണ് അത്രയും കളഞ്ഞതിന് ശേഷം കുലുക്കി പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് വരും. ഇങ്ങനെ എളുപ്പത്തിൽ നമുക്കിതിന് എടുക്കാൻ പറ്റും വെളിയിൽ. അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഈ കാഡക്സ് നശിച്ചു പോകും. ഇത് കണ്ട. എന്നിട്ട് തന്നെ ഇവിടെ ഇത് വന്നു മേലോട്ടിരുന്ന വേരുകൾ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് കളയും. കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഇതിന് ഊരിയെടുക്കുന്നത്. അല്ലാതെ ഊരിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ആ മണ്ണ് മൊത്തം അങ്ങനെ ഇത് മാറ്റാം. അപ്പോൾ വെള്ളം ഒഴിച്ച് മണ്ണ് മാറ്റുമ്പോഴത്തേക്ക് കാഡക്സിന് ഒരു കുഴപ്പവും ഇല്ലാതെ നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഒരെണ്ണത്തിൻ്റെ അകത്ത് മറ്റേ ഇതായിപ്പോയി. ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്ത് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. നട്ട സമയത്ത് ഒന്ന് വളരെ വീക്കായിരുന്നു. അത് പിടിക്കുന്നെങ്കിൽ പിടിക്കട്ടെന്ന് വെച്ച് നട്ടതല്ല. പക്ഷേ ഇത് രണ്ടും ഒരുമിച്ച് വളർന്നു വന്നു. ഇതൊക്കെ ഇങ്ങനെ ഇത് എടുത്ത് ഇത്രയും വെള്ളം ഒഴിച്ചെടുത്തിട്ടും ഇതിന് കാഡക്സിന് പോറലൊക്കെ വന്നിട്ടുണ്ട്. അതെല്ലാം നമ്മളിനിപ്പം സാഫ് തേച്ച് അതിനെ ഇതാക്കി എടുക്കും. ഇതിപ്പോൾ നമുക്കിതിൽ ആവശ്യമില്ലാത്ത ഈ കുറച്ച് ഇതെല്ലാം കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് എന്നാൽ ഈ ചെറിയ ഇതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റും. ഇത് ഏകദേശം ഒരു 3-4 വർഷം പഴക്കമുള്ള ഒരു ചെടിയാണ്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കണം. ഇതിലുള്ള മണ്ണെല്ലാം നല്ല രീതിയിൽ മാറ്റി ഇങ്ങനെയുള്ള കമ്പുകളെല്ലാം നമ്മളിത് പ്രൂൺ ചെയ്യണം. ഇനി ഇതിൽ എവിടെയെല്ലാം ഇത് കട്ട് ചെയ്തിട്ടുണ്ടോ ആ ഭാഗത്തെല്ലാം ഫംഗിസൈഡ്, ഞാൻ ഉപയോഗിക്കുന്നത് സാഫ് എന്ന് പറയുന്ന ഫംഗിസൈഡാണ്. അപ്പോൾ ആ സാഫ് ഇതിൽ എല്ലാ സ്ഥലത്തും ആദ്യം ഇതിൽ ഈ വെള്ളം ഒന്ന് തോരാൻ വേണ്ടി വെയിലത്ത് വയ്ക്കും. വെയിലത്ത് വെച്ചൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് സാഫ് തേക്കാം. നമ്മളിപ്പോൾ ആ ചെറിയ പ്ലാന്റ് ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറയുന്നത് ഇതിലുള്ള ഈ വേരുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയണം. കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ ആവശ്യമില്ലാത്ത വേരുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ള ഈ ശാഖകൾ കട്ട് ചെയ്യാം. ഇതിലിതാ ഈ ശാഖ കട്ട് ചെയ്തിട്ട് കേട്ടോ, നമുക്ക് വെളിയിൽ കണ്ടാൽ ഇതിന് ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ അകത്തുകൂടെ പുഴു കയറി അതിൻ്റെ ഇത് ഏകദേശം നശിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളിത് റീപോർട്ട് ചെയ്യാനായിട്ട് നോക്കിയില്ലെങ്കിൽ ഇത് ഇങ്ങനെ വെച്ച് ഇതിൻ്റെ മൂട് വരെ
ഇത് അഴുകി അങ്ങ് പോകും. അപ്പോൾ ഇത് ഏതുവരെ ഇതിന് കുഴപ്പമുണ്ടോ അതുവരെ ഇത് വെട്ടിക്കളയണം. അപ്പോൾ വീണ്ടും താഴോട്ടുണ്ട്. ഇവിടെ വരെ വന്നിട്ടുണ്ട്. ഇതുണ്ട്, എറുമ്പിൻ്റെ കൂട് ആണ്. ഏകദേശം ഇത് ഇത്രയും വരെ ഇത് വന്നിട്ടുണ്ട്. നമുക്ക് അവിടെ വച്ച് നിർത്തിയിട്ട് ഇനി സാഫ് തേച്ച് അത് റെഡിയാക്കി എടുക്കണം. തൊട്ട് സാഫ് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ മതി. അപ്പം പിന്നെ അത് ഇതിന് താഴോട്ട് കണ്ട ഈ കേടാണ് ഇതാഞ്ഞ് താഴെ വരെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇവിടെ ഇതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് സാഫ് തേച്ച് ഇത് പ്രൊട്ടക്റ്റ് ചെയ്ത് എടുക്കണം. ഇതിപ്പം നമ്മൾ ആ കേട് വന്ന സ്റ്റെം ഇത്രയും വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത്രയേ ഉള്ളൂ, ഇനി വലിയ ഇതില്ല. അപ്പം ഇതിൽ നമ്മൾ ഇനി സാഫ് ഫംഗിസൈഡ് നിറച്ച് അതങ്ങ് ശരിയാക്കും. ഇവിടെ എല്ലാം ഫംഗിസൈഡ് അടിച്ചു കൊടുക്കുക കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് ശരിയുണ്ട്. ഇതുകൊണ്ട് ഇത്രയും ഇതിൻ്റെ ഉള്ളിലോട്ട് ഇത് പോയിരിക്കുകയാണ്. അപ്പം ഇപ്പം ഇത് നമ്മൾ ഇളക്കിയില്ലായിരുന്നുവെങ്കിൽ ഈ ചെടി കംപ്ലീറ്റ് ആയിട്ട് അഴുകി പോകുമായിരുന്നു. ഇവിടെ നിന്ന് താഴോട്ട് എല്ലാം അഴുകാനുള്ള ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിനി ശരിയാക്കി എടുക്കണം. അപ്പോൾ ഒന്ന് സാഫ് തേക്കുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് ഉണങ്ങണം. ഇത് നമ്മൾ റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടി എടുത്ത പ്ലാന്റാണ്. ചെടിച്ചട്ടിയിൽ നിന്ന് എടുത്ത് അത് അതിൻ്റെ വേരുകളും ആവശ്യമില്ലാത്ത തണ്ടുമെല്ലാം കട്ട് ചെയ്ത് വെച്ച പ്ലാന്റാണ്. ഇനി ഇതിൽ ഈ സാഫ് എന്ന് പറയുന്ന ഫംഗിസൈഡ്, ഞാൻ സാധാരണഗതിയിൽ ഈ സാഫ് ഇതാണ് ഉപയോഗിക്കുന്നത്. നല്ല ഫംഗിസൈഡാണ്. അപ്പോൾ അത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇതിൽ എവിടെയെല്ലാം നമ്മൾ മുറിച്ചിട്ടുണ്ടോ ആ ഭാഗങ്ങളിലെല്ലാം നല്ലതുപോലെ ഇത് പുരട്ടണം. ഇല്ലെങ്കിൽ ഇതിവിടെ വെച്ച് നമ്മൾ മണ്ണിൽ നടുമ്പോഴത്തേക്ക് ഇത് ഇവിടെ വെച്ച് അഴുകിപ്പോവും. എവിടെയെല്ലാം മുറിപ്പാടുണ്ടോ ആ സ്ഥലങ്ങളിലെല്ലാം ഇത് തേക്കണം. ചെറിയ നമ്മൾ നഖം കൊണ്ടും കല്ല് കൊണ്ടും ഒക്കെ പോറിയ സ്ഥലങ്ങളെല്ലാം കാണും, അതിലെല്ലാം ഇത് തേക്കണം. ഇതാ ഇവിടെയൊക്കെ ചെറിയ തൊലി ചെറുതായിട്ട് അതിൻ്റെ തൊലി ഇളവിയിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലെല്ലാം ഇതാ ഇത് കണ്ട തൊലി, ആ സ്ഥലങ്ങളിലെല്ലാം ഇത് തേക്കണം. നമ്മളിതിൻ്റെ മുറിച്ച സ്റ്റെം മുറിച്ചതിൻ്റെ ആ ഭാഗത്ത് ഇപ്പം ഇതിൽ എല്ലാ ഭാഗത്തും ആ മുറിപ്പാടുകളിലെല്ലാം ഫംഗിസൈഡ് തേച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇപ്പോൾ ഇത് ഉടനെ നടാൻ പറ്റില്ല. ഉടനെ നട്ട് കഴിഞ്ഞാൽ ഇത് അഴുകിപ്പോവും. അപ്പോൾ ഇതിനെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് ചരടിലോ കയറിലോ ഏതിലെങ്കിലും കെട്ടി ഒരാഴ്ച തണലത്ത് വെയിൽ കൊള്ളാതെ കെട്ടി തൂക്കിയേക്കും. അപ്പോൾ ഇതിലെ നീര് കംപ്ലീറ്റ് വറ്റി അത് ഈ വളരാനായിട്ടുള്ള ഒരു കണ്ടീഷനിൽ ഇരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് ഇത് കെട്ടി തൂക്കി ഇടും. രണ്ടാമതായിട്ട് എടുത്ത ആ
ആയത്. അപ്പോൾ ഇതിൽ ഒരുപാട് സ്ഥലത്ത് കുഴപ്പങ്ങളുണ്ട്. ഇതാ ഈ ആദ്യമായിട്ട് ഇതാ ഇതിൻ്റെ അകത്ത് ഇതുണ്ട്. ഇതിനകത്ത് നല്ലതുപോലെ ഇത് ഇറക്കണം, അല്ലെങ്കിൽ അവിടെ വെച്ചിത് കംപ്ലീറ്റ് അഴുകിപ്പോവും. എന്നിട്ട് ഇതിലൊക്കെ ഇളക്കി എടുത്തപ്പോഴത്തേക്ക് മണ്ണ് ഉരഞ്ഞ് പോയ ഭാഗമാണ്. ആ ഭാഗത്തെല്ലാം നല്ല രീതിയിൽ ഫംഗിസൈഡ് തേക്കണം. അടീനിയത്തിൻ്റെ ഏത് ഭാഗം വേണോ നമുക്ക് മുറിച്ച് കളയാം, പക്ഷേ അവിടെ ഫംഗിസൈഡ് തേച്ച് അത് ഭാവിയിൽ ചീഞ്ഞു പോകാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഫംഗിസൈഡ് തേക്കേണ്ട സ്ഥലത്തെല്ലാം തേച്ച് കഴിഞ്ഞ് ഇനി ഇതും പിന്നെ വെയിൽ തട്ടാത്ത സ്ഥലത്ത് ഒരാഴ്ച, ഏറ്റവും കുറഞ്ഞത് ഒരാഴ്ച, 2 ആഴ്ച ആയിപ്പോയെന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല. ഇതിന് ഒന്നും സംഭവിക്കില്ല. ഇടയ്ക്കൊന്ന് നോക്കിക്കൊള്ളണം, അഴുകിപ്പോകുന്നുണ്ടോ. അങ്ങനെ അഴുകാറില്ല, പക്ഷേ തല തിരിച്ച് കെട്ടി തൂക്കിക്കഴിഞ്ഞാൽ അഴുകിപ്പോവും. അഡീനിയം ഞാൻ ഗ്രാഫ്റ്റ്, പല കളർ ഗ്രാഫ്റ്റ് ചെയ്തൊരു അഡീനിയമായിരുന്നു. ഇതൊരു വലിയ ചെടിയായിരുന്നു. ഇത് കംപ്ലീറ്റ് അഴുകിപ്പോയി. അത് ഞാൻ ഇത് രക്ഷപ്പെടുത്തി എടുത്തതാണ്. ഇവിടെ ഒന്നും ഇതിന് തൊലിയില്ല. ഇത് കംപ്ലീറ്റ് ചെത്തിക്കളഞ്ഞ്. ഇതൊരു വലിയ ഇതായിരുന്നു, വലിയ കാഡക്സ് ആയിരുന്നു. അപ്പോൾ അതിലാകെപ്പാടെ 2 വേര് മാത്രം നല്ലതുണ്ടായിരുന്നു, ബാക്കി മൊത്തം കെട്ടുപോയി. അപ്പോൾ ഞാൻ ഇത് കംപ്ലീറ്റ് ചെത്തി അതിൽ നല്ല ഭാഗം നിർത്തിയിട്ട് ആ ഭാഗത്ത് സാഫ് തേച്ച് റെഡിയാക്കി, എന്നിട്ട് ഒരാഴ്ച 15 ദിവസം ഇതേപോലെ കെട്ടിത്തൂക്കി ഇട്ടിരുന്നിട്ട് നട്ടതാണ്. ഇപ്പോൾ അത് അതിലെല്ലാം കിളിർപ്പ് വന്നു. ഇപ്പം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊരു പുതിയ ചെടിയായി. അപ്പോൾ ഒരു അഡീനിയത്തിൻ്റെ ഇത് പിന്നീട് ചെറിയ തോതിൽ അഴുകിപ്പോയെന്ന് വെച്ച് അത് നമ്മൾ ആ ചെടി നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. അതിനെ നമുക്ക് വീണ്ടും ശരിയാക്കി എടുക്കാം. ഫംഗിസൈഡ് തേച്ച് ഇതുപോലെ ഒരു 2 ആഴ്ചയെങ്കിലും നമ്മൾ തണലത്ത് വെച്ച് അതിൻ്റെ നീര് വറ്റിയതിന് ശേഷം നമുക്കെടുത്ത് നട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാം.